പഴമള്ളൂരിന്റെ ഒരു പ്രത്യേക CPM പൊതുയോഗം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ശ്രീ ജലീൽ പറഞ്ഞതുപോലെ ജലീൽ പറഞ്ഞിടത്തുനിന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് RSSന്റെ മേൽക്കോയ്മ അതിശക്തമായ രീതിയിൽ വളർന്നു വന്നു എന്നുള്ള വസ്തുത നാം എല്ലാവരും അംഗീകരിക്കും. ഈ ചെറിയ സംസ്ഥാനമായ കേരളത്തിലെങ്കിലും അതിനെ തടഞ്ഞു നിർത്താൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. തലശ്ശേരി കലാപം നമ്മൾ ആരും മറന്നിട്ടില്ല. തലശ്ശേരി കലാപത്തിൽ CH മുഹമ്മദ് കോയ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ RSSകാരൻ എറിഞ്ഞത് ആസിഡ് ബൾബാണ്. അതുകൊണ്ട് നിരവധി മുസ്ലിം ലീഗുകാർക്ക് പരിക്കേറ്റുള്ള കാര്യം നമ്മൾ ആരും മറന്നിട്ടില്ല. എന്നാൽ അന്ന് ഉച്ചക്ക് 2:30 മണിവരെ തലശ്ശേരിയിൽ നടന്ന പള്ളികളെ കത്തിക്കലും മദ്രസ കത്തിക്കലും മുസ്ലിം ഭവനങ്ങൾ തീക്കൊടുക്കലും അതാ രാജ്യത്ത് നടന്നു. CPM 2:45 മണിയോടുകൂടി ഇതിനെ പ്രതിരോധിക്കണമെന്ന് ശക്തമായ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു പുറത്തിറങ്ങി RSSനെ പ്രതിരോധിക്കാൻ തുടങ്ങിയപ്പോ RSS ഒഴിവായി. അപ്പൊ ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ രാജ്യത്ത് ശക്തമായി ചെലുത്തിയ സ്വാധീനം ആരിൽ നിന്നാണ്? CPMൽ നിന്ന്. എന്നിട്ടോ മദ്രസകളും പള്ളികളും തീ കൊടുക്കുന്ന RSSനെ പ്രതിരോധിക്കാൻ വേണ്ടി സഖാവ് കുഞ്ഞമ്പൂവിന്റെ നേതൃത്വത്തിൽ രാത്രി കാലങ്ങളിൽ പള്ളിയുടെ വരാന്തയിലുള്ള ഗേറ്റിന്റെ സമീപത്ത് റാന്തലി കത്തിച്ച് കാത്തുനിന്ന RSSകാരനെ പ്രതിരോധിച്ചതാരാ? മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ രാജ്യത്ത് RSSനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതും അതുവഴി മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം നടപ്പിലാക്കുകയുള്ളൂ എന്നുള്ളതും കണ്ടുകൊണ്ടാണ് എന്നെ പോലുള്ള ചില ആളുകള്, കുറച്ച് സുഹൃത്തുക്കള് CPMന്റെ അനുഭാവികളായി മാറാൻ വേണ്ടി തീരുമാനിച്ചത്. ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ശ്രീ റഷീദ് അലി സംസാരിക്കാൻ ബാക്കിയുണ്ട്. നിങ്ങളെല്ലാവരും ഈ വസ്തുതകൾ മനസ്സിലാക്കി കാര്യങ്ങളെ ഗ്രഹിച്ച് സമൂഹത്തിന്റെ, രാഷ്ട്രത്തിന്റെ, പ്രദേശത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ഇടതുപക്ഷ ചേരിയോടൊപ്പം നിന്ന് CPMന്റെ അനുഭാവികളായി മാറണമെന്ന് ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ